നാട്ടിൽ കലാപം സൃഷ്ടിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനിൽ ആര് പരാതി നൽകിയാലും എമ്പുരാന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ഇനിയും അതിനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല. ഇതുവഴി എമ്പുരാന്റെ അക്കൗണ്ട് മരവിപ്പിക്കാൻ വരെ ഒരുപക്ഷെ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞേക്കും. ഒരു പരാതി ലഭിച്ചാൽ സെൻസർ ചെയ്ത ഭാഗം മാത്രമല്ല, ചെയ്യാത്ത ഭാഗവും പരിശോധിക്കപ്പെടും. ടീം എമ്പുരാന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. റിലീസായി ദിവസങ്ങൾ കൊണ്ട് മാത്രം 200 കോടി ക്ലബിലാണ് എമ്പുരാൻ എത്തിയിരിക്കുന്നത്. സിനിമയ്ക്കെതിരെ ഉയർന്ന വിവാദങ്ങളാണ് ഇത്തരമൊരു നേട്ടത്തിന് കളമൊരുക്കിയിരിക്കുന്നത്. 2002 ഗുജറാത്ത് കലാപത്തെ ഏകപക്ഷീയമായി തെറ്റായി ചിത്രീകരിച്ചു എന്നാരോപിച്ച് RSSും സംഘപരിവാർ സംഘടനകളും പരസ്യമായി രംഗത്ത് വന്നതും ഈ വാദം ഏറ്റെടുത്ത് അവരുടെ അനുഭാവികൾ സോഷ്യൽ മീഡിയയിൽ കേന്ദ്രീകരിച്ച് എമ്പുരാനെതിരെ നടത്തിയ പ്രചരണങ്ങളുമാണ് എമ്പുരാന്റെ തലയിലെടുത്ത് മാറ്റിമറിച്ചിരിക്കുന്നത്. ശരാശരി സിനിമ എന്ന രീതിയിൽ മാത്രം പരിഗണിക്കപ്പെടേണ്ട ഒരു സിനിമയായിരുന്നു എമ്പുരാൻ. സിനിമ കണ്ടിറങ്ങിയ പൊതുസമൂഹത്തിന്റെ നിലപാടും അത് തന്നെയായിരുന്നു. എന്നാൽ സിനിമയ്ക്കെതിരെ സംഘപരിവാറും RSS മുഖപത്രവും രംഗത്ത് വന്നതോടെയാണ് സംഘവിരുദ്ധരായവരെല്ലാം തന്നെ സംഘടിക്കുകയും അത് വിവാദം ആളിക്കത്താൻ ഇടവരുത്തുകയും ചെയ്തിരിക്കുന്നത്. സിനിമ പുറത്തിറങ്ങിയത് മുതൽ മുഖ്യധാരാ മാധ്യമങ്ങളിലെ പ്രധാന വാർത്തയും ചർച്ചയുമെല്ലാം എമ്പുരാനും ഗുജറാത്ത് കലാപവുമായിരുന്നു. ഇത് പരസ്യ ചിലവിനത്തിൽ കണക്കാക്കിയാൽ എമ്പുരാൻ ഇപ്പോൾ നേടിയ 200 കോടിയിൽ നല്ലൊരു പങ്കും ആ ഇനത്തിലാണ് വകയിരുത്തപ്പെടുന്നത്. ഇവിടെയാണ് ഒരു പണച്ചെലവുമില്ലാതെ ഇത്രയും ദിവസം ഫുൾ ടൈം സ്ക്രീൻ സ്പേസ് എമ്പുരാൻ ലഭിച്ചിരിക്കുന്നത്. ചാനലുകളുടെ അവസ്ഥ ഇതാണെങ്കിൽ പത്രങ്ങളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. എമ്പുരാൻ വിവാദമില്ലാതെ ഒരു ദിവസവും പത്രങ്ങൾ ഇറങ്ങിയിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ അവസ്ഥയും വ്യത്യസ്തമല്ല. സംഘപരിവാർ പ്രൊഫൈലുകളുടെ എമ്പുരാൻ ബഹിഷ്കരണത്തിനെതിരെ സംഘപരിവാറിന്റെ രാഷ്ട്രീയ എതിരാളികൾ സംഘടിച്ചാണ് പ്രതിരോധം തീർത്തത്. അതിപ്പോൾ പാർലമെന്റിൽ വരെ എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെയും CPMനെയും പരിഹസിക്കുന്ന ദൃശ്യങ്ങൾ എമ്പുരാനിൽ ഉണ്ടായിട്ടും അതെല്ലാം മറന്നാണ് ഇടതുപക്ഷം എമ്പുരാന് വേണ്ടി നിറഞ്ഞാടിയിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ സിനിമ കണ്ട നടത്തിയ പ്രതികരണവും സംഘപരിവാർ വിരുദ്ധ മനസ്സുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് സിനിമയുടെ കളക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും ഒരു വഴിത്തിരിവായിട്ടുണ്ട്. CPMന് പുറമെ കോൺഗ്രസ് UDF നേതാക്കൾ കൂടി എമ്പുരാന് വേണ്ടി രംഗത്ത് വന്നതും എമ്പുരാന്റെ വലിയ സാമ്പത്തിക നേട്ടത്തിന് കാരണമായിട്ടുണ്ട്. അതായത് 200ഓളം കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ചതായി വിലയിരുത്തപ്പെടുന്ന എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നത് വ്യക്തം. സിനിമയുടെ വൻ വാണിജ്യ വിജയം ലക്ഷ്യമിട്ട് മാത്രമാണ് 23 വർഷം മുൻപ് നടന്ന ഗുജറാത്ത് കലാപത്തെ സിനിമയിലേക്ക് വലിച്ചിഴച്ചിരിക്കുന്നത്. അതല്ലാതെ ഗുജറാത്ത് കലാപത്തിൽ ഇരയായവരുടെ കണ്ണീരിൽ 22 വർഷത്തിനിപ്പുറം വേദന തോന്നിയിട്ടല്ല. പൃഥ്വിരാജിന്റെയും മുരളീൻ ഗോപിയുടെയും മുൻകാല നിലപാടുകൾ പരിശോധിച്ചാൽ തന്നെ അവർക്ക് രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിലുള്ള ആഴത്തിലുള്ള അറിവ് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് മോഹൻലാലിന്റെ ഖേദപ്രകടനമെന്നും ഏഷ്യാതെ പോയത്. അന്താരാഷ്ട്ര അധോലോക സംഘങ്ങളുടെ പക പറയുന്ന എമ്പുരാനിൽ ഗുജറാത്ത് കലാപം കുത്തിക്കയറ്റിയത് സിനിമയിൽ അനിവാര്യമായിരുന്നു എന്ന ചോദ്യം സിനിമാ നിരൂപകർ ഉൾപ്പെടെ ചോദിക്കുന്നത് ബോധപൂർവമായ രചനയെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഇവിടെയാണ് പൃഥ്വിരാജിന്റെയും മുരളീൻ ഗോപിയുടെയും ബിസിനസ് ബുദ്ധി പ്രവർത്തിച്ചിരിക്കുന്നത്. പാൻ ഇന്ത്യൻ താരമാകാൻ ആഗ്രഹിക്കുന്ന മോഹൻലാലും ഈ കെണിയിൽ പെട്ടുപോവുകയാണ് ഉണ്ടായത്. എമ്പുരാൻ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഇത്രയും കടുത്ത എതിർപ്പ് സമ്പാദിക്കുമെന്ന് അദ്ദേഹവും കരുതിയിട്ടുണ്ടാകില്ല. ഫിക്സ് ആൻഡ് ഡെപ്പോസിറ്റ് പോലെ ആദ്യഘട്ടത്തിൽ മോഹൻലാൽ അനുകൂലികളായ സംഘപരിവാറുകൾ ഉൾപ്പെടെ എമ്പുരാൻ കാണുമെന്നും മറ്റു വിഭാഗങ്ങളെ തിയേറ്ററിലേക്ക് തള്ളിക്കയറ്റാൻ തുടർന്നുണ്ടാകുമെന്ന വിവാദം ഗുണം ചെയ്യുമെന്നാണ് സംവിധായകനും തിരക്കഥാകൃത്തും കരുതിയതെന്നാണ് ലഭിക്കുന്ന സൂചന. ഇവരുടെ കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. സംഘപരിവാറും RSSും എതിർക്കുന്ന സിനിമ കാണണമെന്ന വികാരം ചില പ്രത്യേക വിഭാഗങ്ങൾക്കും നിലവിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ സിനിമകൾ കാണാൻ താല്പര്യം പ്രകടിപ്പിക്കാത്തവർ പോലും വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ എമ്പുരാനിലെ ബജ്രംഗി എന്ന വർഗീയവാദിയുടെ ക്രൂരത കാണാൻ തിയേറ്ററിലേക്ക് ഒഴുകുകയാണ്. ഇത്തരം ധ്രുവീകരണം സിനിമാ മേഖലയെ സംബന്ധിച്ച് വേറിട്ട കാഴ്ചകളാണ്. സിനിമയെ സിനിമയായി മാത്രം കാണാത്ത ഒരു തലമുറ വളർന്നു വരുന്ന നാടാണ് കേരളം. മാർക്കോയെ അനുകരിച്ച് സ്വന്തം കുടുംബാംഗങ്ങളെ കൂട്ടക്കൊല ചെയ്ത യുവാവിന്റെ നാട് കൂടിയാണത്. ഈ സാഹചര്യത്തിൽ 2002 കലാപത്തെ വീണ്ടും ക്രൂരമായ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് എന്ത് ന്യായീകരണം പറഞ്ഞാലും നാട്ടിലെ സമാധാന അന്തരീക്ഷത്തിന് നല്ലതാണോ എന്ന കാര്യം എമ്പുരാന്റെ പ്രമോഷൻ ഏറ്റെടുത്ത് ചർച്ച നടത്തുന്ന മാധ്യമങ്ങളും ആലോചിക്കുന്നത് നല്ലതാണ്. നാട്ടിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടി രാജ്യത്തെ ഏത് പോലീസ് സ്റ്റേഷനിൽ ആര് പരാതി നൽകിയാലും എമ്പുരാന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. ഇനിയും അതിനുള്ള സാധ്യത തള്ളിക്കളയാനും കഴിയില്ല.
ഇതുവഴി എമ്പുരാന്റെ അക്കൗണ്ട് മരവിപ്പിക്കാൻ വരെ ഒരുപക്ഷെ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞേക്കും. ഒരു പരാതി ലഭിച്ചാൽ സെൻസർ ചെയ്ത ഭാഗം മാത്രമല്ല, ചെയ്യാത്ത ഭാഗവും പരിശോധിക്കപ്പെടും. കലാപം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് നടന്നതെന്ന് ഹൈക്കോടതിയിൽ ഹർജി വന്നപ്പോൾ എവിടെയെങ്കിലും FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഹൈക്കോടതി എടുത്തു ചോദിച്ചതും ഈ ഘട്ടത്തിൽ പ്രധാനം അർഹിക്കുന്നതാണ്. FIR രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിൽ അത് സിനിമയുടെ പ്രദർശനത്തെ തന്നെ ബാധിക്കുമായിരുന്നു. കേരളം ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഈ സാഹസത്തിന് മുതിരില്ലെങ്കിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ രീതി വ്യത്യസ്തമാണ്. വർഗീയ പ്രചരണം നടത്തുന്ന പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ അനവധി പേരെ ജയിലിലെടുത്ത സംസ്ഥാന ഭരണകൂടങ്ങളാണ് അവിടെയുള്ളത്. എമ്പുരാൻ ഒരു പാൻ ഇന്ത്യൻ സിനിമ ആയതിനാൽ അവിടെ വേണമെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ തടസ്സമാവുകയില്ല. അത്തരമൊരു കടുത്ത നീക്കത്തിലേക്ക് BJP RSS നേതൃത്വം പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഗുജറാത്ത് കലാപത്തിന്റെ തുടക്കവും ഒടുക്കവും മതേതര ഇന്ത്യയുടെ കടക്കലാണ് കത്തിവച്ചിരിക്കുന്നത്. മനസാക്ഷിയുള്ള ആരും തന്നെ ഈ കലാപത്തെ ന്യായീകരിക്കുകയുമില്ല. എന്നാൽ ഈ കലാപത്തെ കേവലം വാണിജ്യ താല്പര്യത്തിനായി മാത്രം സിനിമയിൽ ചിത്രീകരിച്ച് വിളവെടുപ്പ് നടത്തുന്നത് ആരായാലും എതിർക്കുക തന്നെ വേണം. പ്രേക്ഷക മനസ്സിൽ വർഗീയതയുടെ വിഷം കുത്തിവെക്കാൻ ആര് ശ്രമിച്ചാലും അവർ രാജ്യദ്രോഹികളാണ്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും സമാധാനത്തോടെ കഴിയുന്ന കേരളത്തിൽ നിന്ന് തന്നെ ഇത്തരമൊരു പ്രമേയം ഈ ഘട്ടത്തിൽ അവതരിപ്പിച്ചതിന് പിന്നിൽ എമ്പുരാന്റെ സാമ്പത്തിക താല്പര്യത്തിനും അപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നതും അന്വേഷിക്കേണ്ടതാണ്. സത്യൻ അന്തിക്കാട് സിനിമയായ സന്ദേശം പോലെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ സിനിമകൾ പോലെയോ നിസ്സാരവൽക്കരിക്കേണ്ട പ്രമേയമല്ല എമ്പുരാൻ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു തീപ്പൊരി വീണാൽ ആളിക്കത്തുന്ന വിഷയമാണ് അവർ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത്. സംഘപരിവാർ രാഷ്ട്രീയത്തെ ശക്തമായി എതിർക്കുമ്പോൾ തന്നെ ഈ യാഥാർത്ഥ്യവും പറയാതിരിക്കാൻ കഴിയില്ല. ഗുജറാത്ത് കലാപം ഇത്തരത്തിൽ ചിത്രീകരിച്ചത് താൻ അറിഞ്ഞില്ല എന്ന് മോഹൻലാലോ അദ്ദേഹത്തിന്റെ അടുപ്പക്കാരോ പറഞ്ഞതുകൊണ്ട് മാത്രം ഉത്തരവാദിത്തത്തിൽ നിന്ന് മോഹൻലാലിന് ഒഴിഞ്ഞുമാറാൻ കഴിയുകയുമില്ല. മോഹൻലാലും പൃഥ്വിരാജും മുരളി ഗോപിയും എല്ലാം ഇക്കാര്യത്തിൽ ഒരുപോലെ കുറ്റക്കാരാണ്. ഈ സിനിമയുടെ പ്രധാന പ്രമേയവുമായി ഒരു ബന്ധവുമില്ലാത്ത കലാപരംഗങ്ങളാണ് ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത്. ഇത്രയും സെൻസിറ്റീവായ വിഷയം ചിത്രീകരിച്ചിട്ടും സെൻസർ ബോർഡിന് ഗൗരവം മനസ്സിലായില്ലെങ്കിൽ സെൻസർ ബോർഡ് അംഗങ്ങളെയും എമ്പുരാന്റെയും വിലക്ക് വാങ്ങിയോ എന്നതും പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ്. വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന ദൃശ്യങ്ങളും സംഭാഷണങ്ങളുമുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്യാൻ നിർദ്ദേശിക്കുവാനുള്ള അധികാരം സെൻസർ ബോർഡിനാണുള്ളത്. ആ ചുമതല നടപ്പാക്കാത്തതിന് പിന്നാലെ അജണ്ടയും ദുരൂഹമാണ്. അതേസമയം കലാപ ദൃശ്യത്തിൽ ഗർഭിണിയെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന സീൻ ഉൾപ്പെടെ ചില ഭാഗങ്ങൾ വിവാദത്തെ തുടർന്ന് സിനിമയിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. 24 മാറ്റങ്ങൾ വരുത്തിയ പുതിയ പതിപ്പാണ് ഇനി മുതൽ തിയേറ്ററുകളിൽ ദൃശ്യമാവുക. BJP പരാതിയുമായി പോയാൽ എമ്പുരാന്റെ അവസാനമാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്തിൽ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വർഗീയത പ്രചരിപ്പിച്ചു എന്ന തരത്തിൽ ഒരു കേസ് ഫയൽ ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ ഈ നകളിപ്പും ഈ അഹങ്കാരവുമൊക്കെ. മോഹൻലാൽ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് നടിക്കുകയാണോ, അറിഞ്ഞിട്ടും അറിയാത്തതായി ഭാവിക്കുകയാണോ? എന്തായാലും എമ്പുരാനിൽ ബിസിനസ് തന്ത്രം പയറ്റിയ പൃഥ്വിരാജും മുരളി ഗോപിയും ഒരുപോലെ ഇന്ത്യയോട് തെറ്റ് ചെയ്തവരാണ്. സമാധാനത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കാരെ തമ്മിലടിപ്പിക്കുന്ന ഈ മുട്ടനാടുകളെ വെറുതെ വിടാൻ പാടില്ല.